സനോജ് തുടരുന്നുണ്ട്. സനോജ് പറഞ്ഞു വന്നത് തുടരാം. അല്ല, അതിലിത്രയേ ഉള്ളൂ. അതായത് ഞാൻ അവിടെ ഉണ്ട്, ഡോക്ടർ ബിജു ഉണ്ട്, പുഷ്പവതി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ കമൽ സാറുണ്ട്, മധുപാലുണ്ട്. എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ പോകുന്നത്, എങ്ങനെയാണ് ഈ പ്രോജക്റ്റുകൾ ഉണ്ടായത്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നവരെല്ലാം. മധുപാൽ അടക്കമുള്ള അല്ലെങ്കിൽ ഡോക്ടർ ബിജു അടക്കം ജോൺ പോളിനെ പോലെ കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളുടെ തിരക്കഥാകൃത്തായിരുന്ന പത്മരാജൻ്റെയും ഭരതൻ്റെയും ഒക്കെ സിനിമകൾ ചെയ്തിട്ടുള്ള KG ജോർജിൻ്റെയും ഒക്കെ ഒപ്പം വർക്ക് ചെയ്ത ജോൺ പോൾ അധ്യക്ഷനായ സമിതിയാണ് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ സിനിമയായിട്ട് 90 സ്ക്രിപ്റ്റിൽ നിന്ന് എൻ്റെ സിനിമ സെലക്ട് ചെയ്യുന്നത്. അതിന് പലതരം പ്രോസസ്സുകൾ കടന്നു പോകുന്നു. ഒരു 5-6 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള 2 അഭിമുഖങ്ങൾ. ആ അഭിമുഖങ്ങളിലെല്ലാം തന്നെ മൊത്തത്തിൽ ഈ തിരക്കഥയുടെ ചർച്ചയല്ല, തിരക്കഥ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങളിത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും നിങ്ങളുടെ, അതായത് ഈ ഫ്രെയിമിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് നരേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം ആ പ്രോസസ്സിൽ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ജഡ്ജ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അത് ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ കുക്കു പരമേശ്വരൻ, മധുപാൽ, ഡോക്ടർ ബിജു, ജോൺ പോൾ, ഷെറി എന്ന് പറയുന്ന ഡയറക്ടർ, അങ്ങനെ ധാരാളം ആളുകളിലൂടെ ആ പ്രോസസ്സ് 6-7 മണിക്കൂറെടുത്ത് 2 തവണയായിട്ടുള്ള അഭിമുഖങ്ങൾ നടത്തി. ഇതിനു പുറമെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം മേക്കേഴ്സിൻ്റെ വർക്ക്ഷോപ്പ് നടന്നു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഓരോ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് അഞ്ജും രാജബാലി എന്ന് പറയുന്ന പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തിരക്കഥ ഹെഡായിരുന്ന, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്ന, ഒപ്പം അവിടുത്തെ ഡീനായിരുന്ന വിസ്ലിംഗ് വുഡ്സ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെഡായിട്ടുള്ള ബോംബെയിലെ അഞ്ജുൻ രാജബാലി ഒരുപാട് വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അഞ്ജുൻ രാജബാലി ഒപ്പം തന്നെ നമുക്ക് മസാൻ എന്ന് പറയുന്ന കാൻസിൽ അൺസേർട്ടൺ റിഗാർഡ്സിൽ പോയ ഒരു അതിഗംഭീര സിനിമയുണ്ട്. മസാൻ എന്ന് പറഞ്ഞ വാരാണസിൽ ഷൂട്ട് ചെയ്ത. അപ്പോൾ ഇതുപോലുള്ള വിക്കി കൗശലൊക്കെ അഭിനയിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട സിനിമയാണത്. അതിൻ്റെ ഡയറക്ടർ നീരജ് ഗ്യാവൻ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു നോൺ മലയാളി ഫിലിം മേക്കേഴ്സിൻ്റെയും റൈറ്റേഴ്സിൻ്റെയും ഒരു വർക്ക്ഷോപ്പ് വെക്കുന്നു. അവിടെ നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ അതുപോലെ വെബ് സീരീസ് കണ്ടന്റുകൾ ചെയ്യുന്ന റൈറ്റേഴ്സ് ഉൾപ്പെടെയാണ് അതിനകത്ത് വന്നത്. അത് 5 ദിവസം കണ്ടിന്യൂസ് ഡേയ്സിൽ വർക്ക്ഷോപ്പും കൂടെ കഴിഞ്ഞ് ഈ പ്രോസസ്സുകളെല്ലാം പല രീതിയിൽ നമ്മളൊരു വലിയ തരത്തിലുള്ളൊരു പരിശീലനത്തിൻ്റെ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. ആ സെലക്ഷനിലൂടെയാണ് അവസാനം നമ്മൾ ഈ 90 സ്ക്രിപ്റ്റിൽ നിന്ന് ഒന്നാമത് എത്തുന്നതും ഈ സിനിമ ചെയ്യുന്നതും. ഈ സിനിമയ്ക്ക് ഇത് അടൂർ പറയുന്നതിൻ്റെ അടൂരിൻ്റെ അതായത് നമ്മൾ ചില കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ ആ സംസാരിച്ച വാക്കുകളുടെ വളരെ ഡയറക്റ്റായ മീനിങ്ങിൽ മാത്രം കേട്ടാൽ മതി എന്നുള്ള ഒരു മറുപടിയും അവിടെ വന്നു. അതുകൊണ്ടാണ് മന്ത്രി വാസവൻ പറയുന്നത് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശമില്ലെന്ന്. ഈ സബ് ടെക്സ്റ്റുകൾ വായിക്കാതെ പോകും. ഈ സബ് ടെക്സ്റ്റുകളിലാണ് ഇതിൻ്റെ രാഷ്ട്രീയം, ഇതിൻ്റെ ധ്വനി, ഇതിൻ്റെ മനോനില ഇതെല്ലാം ഇരിക്കുന്നത്. അത് ഷാജി എൻ കരുൺ ഉണ്ടായിരുന്നു, മരിച്ചുപോയി എന്നുള്ളതുകൊണ്ട് ഷാജി എൻ കരുൺ നടത്തിയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള പ്രതിലോമകരമായ രീതിയിൽ ഫിലിം മേക്കേഴ്സിനോട് കാണിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റവും അതിനെ തിരുത്തി പറയാനോ ഞാൻ തയ്യാറല്ല. പക്ഷേ ഒരു നല്ല സിനിമാറ്റോഗ്രാഫർ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ ആയിരുന്ന ഒരാളാണ് ഷാജി സാറ്. പക്ഷേ വളരെ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടായിട്ടുണ്ട്. അടൂർ സാറിനെ സംബന്ധിച്ചിടത്തോളം അനന്തരം പോലെ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളാണ്. പക്ഷേ അടൂർ ഇപ്പോഴും ആ എലിപ്പത്തായത്തിലാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇരിക്കുന്നത്. ആ എലിപ്പത്തായത്തിൽ ഇരിക്കുന്ന ആ വലിയ ഒരു പഴയ ഫ്യൂഡൽ നായർ തറവാട്ടിൽ ഇരിക്കുന്ന ഒരാളുടെ ഒരു മനോനില കൂടി അതിലകത്തേക്ക് അറിയാതെ വന്നു ചേരുന്ന ഒരു പ്രതികരണമായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. മറ്റൊന്ന്, ഈ 1.5 കോടി രൂപ പോലും യഥാർത്ഥത്തിൽ വളരെ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസിലെല്ലാം കൊണ്ടുപോകുന്ന രീതിയിലുള്ള ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള സിനിമകൾ എടുക്കാൻ പര്യാപ്തമല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ അത്ര തന്നെ കിട്ടുന്നു എന്നുള്ളതും അങ്ങനെ ഒരു പ്രോജക്റ്റ് സർക്കാർ പ്രഖ്യാപിച്ചു എന്നുള്ളതുമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. അതിനകത്ത് യാതൊരു അത് ഞാൻ സനോജിനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഈ 1.5 കോടി രൂപ എന്ന് പറയുന്നത് അധികമാണ് എന്ന മട്ടിലാണ് പറയുന്നത്. 50 ലക്ഷം വെച്ച ആളുകൾക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നത് തന്നെ അടൂരിനെ പോലെ ഒരു ഫിലിം മേക്കറിനെ അറിയാമല്ലോ എത്രത്തോളം ഒരു സിനിമ എടുക്കാൻ ഈ നാട്ടിൽ ചെലവ് വരുന്നത്. അപ്പോൾ സനോജ് വ്യക്തിപരമായി കൂടി അരികെ എന്ന് പറയുന്ന ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാനെടുത്ത ഒരു സമയം, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമുക്ക് മുന്നിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു പരാമർശം കൂടി ഇവിടെ ഇഴകേറി നോക്കണമെന്ന് തോന്നുന്നു, ഇതിൻ്റെ ചെലവ് സംബന്ധിച്ച കാര്യങ്ങൾ. അതായത് ഇവർ സിനിമകളിൽ ആ രീതിയിൽ നോട്ടബിൾ ആയിട്ടുള്ള, വളരെ നോട്ടഡ് ആയിട്ടുള്ള വെൽ നോൺ ഫിലിം മേക്കേഴ്സ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ വ്യക്തിപരമായ ആറ്റിറ്റ്യൂഡുകൾ ഇവരുടെ എല്ലാ കാലത്തും ഇവർ പുലർത്തിയിട്ടുണ്ട്. അതായത് ശ്രുതി ശരണ്യം എന്ന് പറയുന്ന സംവിധായകരുടെ B32 എന്ന് പറയുന്ന വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വളരെ നല്ലൊരു സിനിമയാണ്.
ആ സിനിമ പ്രൊഡക്ഷൻ കഴിഞ്ഞ സമയത്ത് ആ സിനിമ ഒന്ന് കാണുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒന്ന് കാണാമോ എന്ന് ചോദിക്കുമ്പോൾ ഷാജി സാർ പറയുന്നുണ്ട്, ഞാൻ ഈ വക സിനിമകളൊന്നും കാണാനുള്ള സമയമൊന്നും എനിക്കില്ല എന്നാണ് KSFDCയുടെ ചെയർമാൻ പറഞ്ഞത്. അടൂരിൻ്റെയൊക്കെ രീതികളും അങ്ങനെയാണ്. അതായത് ഇതൊന്നും ഞങ്ങൾ കാണേണ്ടതോ ഞങ്ങൾ പരിഗണിക്കേണ്ടതോ ആയ കാര്യങ്ങളല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് അടൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമരം വൃത്തികെട്ടതായിരുന്നു എന്നാണ് അടൂർ പറയുന്നത്. ശങ്കർ മോഹനാണ് ബെസ്റ്റ് ആയിരുന്നു എന്ന്. ഇതൊക്കെ വേറെ തരത്തിലുള്ള ഒരു അരിസ്റ്റോക്രാറ്റ് ആയിട്ടുള്ള ഒരു തരം എലീറ്റിസത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിനകത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഈ പറയുന്ന പോലുള്ള ആ പഴയ ഫ്യൂഡൽ തറവാട്ടിലെ ആ പഴയ ഉണ്ണി എന്ന് പറയുന്ന കരമനയുടെ പഴയ കഥാപാത്രത്തിൻ്റെ മനോനിലയിലാണ് അടൂർ ജീവിക്കുന്നത്. പക്ഷേ സിനിമയും ലോകവും സമൂഹവും മാറി അതിൻ്റെ പൊളിറ്റിക്കൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള നരേറ്റീവുകൾ സിനിമയിൽ സംഭവിച്ചു. ലോകത്തിൽ വലിയ രീതിയിൽ മാറ്റം വരുന്ന രീതിയിലേക്കുള്ള വ്യൂവിംഗ് എക്സ്പീരിയൻസും സ്ക്രീനിങ് എക്സ്പീരിയൻസും മാറി. അതിനനുസരിച്ച് അത് ടെക്നോളജി എൻഹാൻസ് ചെയ്യപ്പെട്ടു. ആ ടെക്നോളജിക്ക് അനുസരിച്ച് സിനിമകൾ വരാൻ വേണ്ടിയുള്ള തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഒരുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റിൽ സിനിമകൾ ചെയ്യണം. ഇപ്പോൾ അരികിനെ സംബന്ധിച്ച് ഒരു 3 കോടി രൂപയുടെ സിനിമയാണെങ്കിൽ അത് ഇതിനേക്കാൾ ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. പക്ഷേ അതിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പേഴ്സണലി എടുക്കുന്ന എഫേർട്ട് നമുക്കുണ്ടാക്കിയിട്ടുള്ള ബാധ്യതകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതൊരു വലിയ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു നിലപാടെന്നുള്ള രീതിയിൽ വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. പക്ഷേ 2 ദിവസത്തെ കോൺക്ലേവ് വളരെ പോസിറ്റീവായിരുന്നു. അത് പറയാതെ വയ്യ. സർക്കാർ വളരെ പോസിറ്റീവായ ആ കാര്യങ്ങൾ കേൾക്കുകയും ജെൻഡർ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ തൊഴിലെടുത്തിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടാവുകയും നിരന്തരം സെഷനുകൾ ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള സജഷനുകൾ വരികയും ഒക്കെ ചെയ്തതാണ്. മന്ത്രി 2 ദിവസം കണ്ടിന്യൂസ് ഡേയ്സിൽ അവിടെ ഇരുന്നു, ഈ കാര്യങ്ങൾ കേട്ടു, വിമർശനങ്ങൾ ഉൾക്കൊണ്ട്. OTT പ്ലാറ്റ്ഫോമിനെ കുറിച്ച് KSFDCയുടെ സി സ്പേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അതിരൂക്ഷമായ വിമർശനം ഞാൻ ഉൾപ്പെടെ ഉന്നയിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഇതെല്ലാം അവസാന ഘട്ടത്തിൽ സമാപനത്തിൽ അടൂർ വരുന്നു, കലമുടയ്ക്കുന്നു. ഇതുപോലുള്ള ആളുകളെ നമ്മൾ വിളിക്കുമ്പോൾ ഇവരുടെ വളരെ അപ്പൊളിറ്റിക്കലായിട്ടുള്ള വളരെ സ്ത്രീകളായതുകൊണ്ട് ഒരു സിനിമ എടുക്കാൻ വേണ്ടി പ്രോജക്റ്റിന് പൈസ കൊടുക്കണം എന്തിനാണെന്നാണ് അടൂർ ചോദിച്ചത്. സ്ത്രീകളായതുകൊണ്ട് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ദളിത്സ് ആയതുകൊണ്ട് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്വഭാവത്തിലുള്ള വേറെ തരം ഒരു മൈൻഡ് സെറ്റും കൂടെയാണ് പുള്ളി ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതിനകത്തൊരു പ്രശ്നം, ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ടറന്റിനോ എന്ന് പറയുന്ന സംവിധായകൻ, അല്ലെങ്കിൽ അതുപോലുള്ള ധാരാളം സംവിധായകരും ആരും തന്നെ ഫിലിം സ്കൂളിൻ്റെ പ്രോഡക്റ്റുകളല്ല. ഐ ഡിഡിൻറ്റ് ഗോ ടു ഫിലിം സ്കൂൾസ്, ഐ ഗോ ത്രൂ ഫിലിംസ് എന്നാണ് ടൊറന്റിനോ പറഞ്ഞത്. അതായത് തീർച്ചയായും ഓരോരുത്തർക്കും അവരവരുടേതായ സിനിമകളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഫാക്ടറിയിൽ വാർത്തെടുത്ത പോലുള്ള സിനിമകളല്ല നമുക്ക് വേണ്ടത്. അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഫണ്ട് ഉപയോഗിച്ച് SC/ST വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും സിനിമാ മേഖലയിൽ കൂടുതൽ ഉയരുവാനുള്ള ഒരു പദ്ധതിയായി അത് വരുമ്പോൾ അതിന് ഇത്രയും പ്രതിലോമകരമായ പ്രസ്താവനകൾ കൊണ്ട് നേരിടരുതായിരുന്നു. അടൂരിനെ പോലെ ഒരു പ്രഗത്ഭ സംവിധായകൻ, അദ്ദേഹത്തെ പോലെ ഒരു മലയാള സിനിമയെ തന്നെ ലോകവേദിയിൽ പ്രദർശിപ്പിച്ച ഒരു സംവിധായകൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എത്ര വലിയ ആൾ അങ്ങനെ അപ്പൊളിറ്റിക്കലായിട്ടുള്ള പ്രസ്താവനകൾ പറഞ്ഞാലും നമ്മളത് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. സനോജിൻ്റെ വാക്കുകളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഏതായാലും വ്യക്തമാവുകയും ചെയ്തു.